പുതിയൊരു വർഷം പിറന്നിരിക്കുകയാണ് 2026. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉള്ളൊരു വർഷമായിട്ട് മാറും. അപ്പം ഈ 2026 നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പുതിയതായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടോ? ഓക്കെ, 2026 മ്യൂച്വൽ ഫണ്ട് സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ബേസിക്സ് ഒക്കെ ഒന്നും കൂടി ഒന്ന് നോക്കാം. നമ്മൾ കാരണം മ്യൂച്വൽ ഫണ്ടിൽ കുറേ ഇപ്പം എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും അതിൽ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞ ചിലപ്പോൾ ബോറിംഗ് ആണ്, സെയിം തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉള്ള കാര്യങ്ങൾ ഒന്ന്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള വൈ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുക. ഇപ്പോഴും ആ വൈ തന്നെയാണോ, ആ ഗോൾ എന്താണെന്ന് നോക്കുക. ആ ഗോളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പേഴ്സണൽ ഫിനാൻസിൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുള്ളത്. ഒന്ന്, എമർജൻസി ഫണ്ടിന് ഡെറ്റ് ഫണ്ടിൽ വെച്ചിട്ടുണ്ടോ, ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസൊക്കെ ആവശ്യത്തിനുള്ളതുണ്ടോ, പിന്നെ നമ്മുടെ ഏതൊക്കെയാണോ ഫിനാൻഷ്യൽ ഗോൾസ്, അതിന് എത്ര ടൈം ഉണ്ട്, എത്ര റിസ്ക് എടുക്കാൻ പറ്റും, അതിനനുസരിച്ചുള്ള ഫണ്ടുകളാണോ ഓരോ ഗോളിനും വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കണം എന്നുള്ളത്. ഇത് പലപ്പോഴും ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഓരോ ആൾക്കാരും ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ചെയ്തിട്ടുണ്ടാവുന്നത് ഹാർഡ്ലി ഒരു 10% ഓഫ് ദ ലിസണേഴ്സേ അത് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്കെപ്പോഴും അത് ആ ലിങ്കിങ് കറക്റ്റ് ആവില്ല. ഈ ലിങ്കിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ അസറ്റ് ലൊക്കേഷൻ കറക്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അസറ്റിൽ എമർജൻസിയിലുള്ള നമുക്ക് ഡെറ്റിൽ മാത്രം വയ്ക്കാൻ പറ്റും. ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ഗോൾ നമുക്ക് വേണമെങ്കിൽ ഡെറ്റിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതാണോ ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഹൈബ്രിഡ് ഫണ്ടുകളിലൊക്കെ വയ്ക്കാൻ പറ്റും. ഇനി ഒരു 10 കൊല്ലത്തിന് 5 കൊല്ലത്തിന് മുകളിലുള്ളതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി അലോക്കേഷൻ കൂട്ടാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഓവറോൾ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ എത്ര ഭാഗം നമ്മുടെ അതിൽ പ്യുവർ ഇക്വിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്, ഇക്വിറ്റിയിൽ തന്നെ എത്ര പെർസെൻറ്റേജ് ലാർജ് മിഡ് സ്മോൾ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കമോഡിറ്റിയിൽ എത്ര സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈവൻ ഗ്ലോബൽ ഇക്വിറ്റിയിൽ നമ്മൾ കൊടുത്തേക്കുന്നത് എത്ര എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി 2026 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇക്വിറ്റി മാർക്കറ്റ് ശരിക്കും ലാർജ് ക്യാപ്പ് ഏകദേശം ഒരു 9% ഒരു പ്രൈസ് അപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ഫണ്ടുകളൊക്കെ മിക്കതും 9% കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടിലൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഏകദേശം 9% താഴെ കിട്ടിയിട്ടുണ്ടാവും. കാരണം എക്സ്പെൻസ് റേഷ്യോ മൈനസ് ആകുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ 8% 9% ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ലാർജ് ക്യാപ്പ് പ്യുവർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി നമ്മൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും നോക്കുകയാണെങ്കിൽ അതിൽ ഇത്രയും വന്നിട്ടുണ്ടല്ലോ, മിക്കവാറും മൈനസ് റിട്ടേൺ ആയിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ മാർക്കറ്റിലെ പെർഫോമൻസ് കുറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ആ കമ്പനികളൊക്കെ അതേമാതിരി തന്നെ നടക്കുന്നുണ്ടാവും. അത് ഡെഫിനറ്റ്ലി നോക്കണം. ആ കമ്പനിയിൽ അവരുടെ ഏർണിങ്സ് ഗ്രോത്തിൽ വല്ല കുറവിട്ടോ ഇതെല്ലാം നോക്കണം. അപ്പോൾ ഈ കമ്പനികളെല്ലാത്തിൻ്റെയും വാല്യുവേഷൻ കുറച്ചും കൂടി ചീപ്പറായിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഒരു കാര്യം പറയുന്നതിൽ. അപ്പോൾ ഇക്വിറ്റി അലോക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊന്ന് റീവിസിറ്റ് ചെയ്യാവുന്ന കാര്യമുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോങ് ടൈം ഗോളുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇക്വിറ്റിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇനി മടങ്ങി വരാവുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഏകദേശം 2024 മുന്നേ നല്ല റിട്ടേൺ തന്ന ടൈമിൽ ആ ഇക്വിറ്റി അലോക്കേഷനിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഇനി അതേപോലെ തന്നെ നമ്മൾ 2025 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നേക്കുന്നത് സിൽവറിലാണ്. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ പ്ലാറ്റിനം തന്നിട്ടുണ്ട്, പ്ലാറ്റിനത്തിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ നിക്ഷേപിക്കാൻ പറ്റില്ല. അപ്പോൾ സിൽവറിൽ നല്ല റിട്ടേൺ തന്നിട്ടുണ്ട്, ഗോൾഡിൽ നല്ല റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ കമോഡിറ്റി ആസ് എ സ്പേസ് വി ഹാവ് ഗോട്ട് പ്രിറ്റി ഗുഡ് റിട്ടേൺ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇനി പലർക്കും ഉണ്ടാവുന്ന ഒരു ചിന്തയാണ്, എനിക്ക് സിൽവറിലും ഗോൾഡിലും എനിക്ക് ആ ബസ് മിസ്സായി, ഇനിയും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം മിക്ക മലയാളികൾക്കും ഗോൾഡ് ജ്വല്ലറി ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 75% സിൽവറിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി വന്നിട്ട് നമ്മൾ സിൽവറിൽ അല്ലെങ്കിൽ ഗോൾഡിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബൾക്കായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു എഗ്രി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇനി ആ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എനിക്ക് ആ മിസ്സായി എന്നുള്ളൊരു വിഷമമാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഗോൾഡിലോ സിൽവറിലോ SIP റൂട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തെറ്റില്ല. കാരണം അവിടെ ആവറേജ് ചെയ്യണം. കാരണം ഈ വർഷം ചിലപ്പോൾ ഇനി ഓരോ 10% മുകളിലേക്ക് കയറുന്നത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇനിയും കയറുമോ, കാരണം ഓൾറെഡി ഒരു 100% മുകളിൽ അപ്രീസിയേഷൻ വന്നു, അല്ലാന്നുണ്ടെങ്കിൽ 75% ഗോൾഡിൽ വന്നു, ഇവിടെ ഇനിയും അങ്ങോട്ട് കയറുന്നു. അപ്പോൾ ഈ സെയിം റിട്ടേൺ ഈ വർഷം 2026 കിട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗട്ടാണ്. അതൊരു നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. മിക്കവാറും അത് കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും SIP റൂട്ടിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഇതിൽ. കാരണം അപ്പോൾ ഇനി അങ്ങോട്ടുള്ള അസറ്റ് ലൊക്കേഷൻ കറക്റ്റായിട്ട് പോയിക്കോളും. ഈ SIP നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻ്റെയർ SIPയുടെ ഒരു 20% മാക്സിമം വരെ ഗോൾഡിലും സിൽവറിലും മതി. ഇനി നമുക്ക് നോക്കാവുന്ന കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്ന് കമോഡിറ്റിയിൽ പ്രൈസിൽ
കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലോബൽ സിറ്റുവേഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇനി അടുത്ത ഗ്ലോബൽ സിറ്റുവേഷൻ അത്ര സുഖകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ട്. ഇനി ആളുകൾ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിലേക്കൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോൾ US ഇടപെടലുകൾ ഓരോ അടുത്ത ഒരു ഇനി എന്താണെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇനി അടുത്ത ഇറാഖ് പോലൊരു സിറ്റുവേഷൻ വെനസ്വേലയിൽ വരുമെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു കമോഡിറ്റി സ്പേസുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ കോപ്പറിൻ്റെയൊക്കെ പ്രൈസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്, അലൂമിനിയത്തിൻ്റെയൊക്കെ പ്രൈസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ കമോഡിറ്റിയിൽ തന്നെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു അവസരങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് ഇനി അടുത്തൊരു ഓപ്ഷനുള്ള കോപ്പറിലും ക്രൂഡിലും നിക്ഷേപിക്കുന്ന ഓപ്ഷനുകൾ നമുക്കുള്ളത്. അതും ചില ഫണ്ടുകളിൽ മാത്രം, മൾട്ടി അസറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ചില ഫണ്ടുകളിൽ ഈ കോപ്പറിലും സിൽവറിലൊക്കെ പൊസിഷൻ പിടിച്ചിട്ടുള്ള ഫണ്ടുകൾ നമുക്കുണ്ട്. അതിൽ ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് തിരച്ച് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത് റെക്കമെൻഡേഷനല്ല ഒരിക്കലും. ICICI മൾട്ടി അസറ്റിലൊക്കെ കുറച്ചീശ ക്രൂഡിലും കോപ്പറിലും അലോക്കേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് ഇത്തരം ഫണ്ടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയുടെ അത്ര റിട്ടേൺ കിട്ടുന്നല്ല പറയുന്നത്, പക്ഷേ റിസ്ക് നമുക്ക് അത്രയും കുറയ്ക്കാനായിട്ട് 2026 നമുക്ക് പറ്റും. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ കൂടുതൽ അധികം റിസ്ക് ഒന്നും എടുക്കേണ്ട താല്പര്യമില്ലാത്തവർക്ക് ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടാവും. അത് FDക്ക് സമാനമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ FDക്കും ഡെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒന്ന് ടാക്സിൻ്റെ ഇഷ്യൂ ആണ്. എസ്പെഷ്യലി ഇൻകം കൂടുതലുള്ള ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകത്തിൽ അത് ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ടാക്സ് ഹയർ ബ്രാക്കറ്റിലേക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് ഇപ്പോൾ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണ ചില ഇതുണ്ട്, ഇൻകം ആർബിട്രേജ് ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ടാക്സേഷൻ വരും. 2 വർഷം കഴിഞ്ഞിട്ടാണ് അവർ എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ 2 വർഷം വരെയൊക്കെ വെക്കാനായിട്ട് ഡെറ്റ് അലോക്കേഷനിൽ വെക്കാവുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ എമർജൻസി ഫണ്ട് വേണമെങ്കിലും ഇതിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള രീതിയിൽ ഏകദേശം 1.25 ലക്ഷം രൂപയ്ക്ക് അവർക്ക് ടാക്സ് കൊടുക്കാൻ വേണ്ട മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റിയിലുള്ളത്. പിന്നെ ഉള്ളതിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും 12% ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ടാക്സ് അലോക്കേഷനിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൽ നമ്മൾ എപ്പോഴും NPSഉം ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു അസറ്റാണ്. അപ്പോൾ NPSൽ ഒത്തിരി ഭയങ്കരമായിട്ടുള്ള നിയമവ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ NPSഉം നമുക്ക് ആലോചിക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. കാരണം നമുക്ക് അവിടെയും പണ്ടത്തെ ഒരു വിഷയം പറഞ്ഞാൽ 40% മസ്റ്റായിട്ട് വെക്കണം എന്നുള്ളതായിരുന്നു ആനുവിറ്റി ആയിട്ട്. അതിന് പകരം 25% വെച്ചാൽ മതി. അതിൻ്റെ ഒരു ടാക്സ് എങ്ങനെയാണെന്നുള്ളത് ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഒത്തിരി ഫ്ലെക്സിബിലിറ്റി അവിടെ വന്നിട്ടുണ്ട് NPSൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും നോക്കാവുന്ന ഒരു കാര്യമാണ്. അതേമാതിരി മ്യൂച്വൽ ഫണ്ടിൽ പലർക്കുള്ളൊരു വിഷമമാണ് റിട്ടയർമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പലരും റിട്ടയർമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും ഗ്യാരണ്ടീഡ് ഇൻകം സ്കീമുകളിലൊക്കെ പോയിട്ട് ഇൻഷുറൻസിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഗ്യാരണ്ടീഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ലത്. പക്ഷേ അവിടെ കുറച്ചും കൂടി ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ റിട്ടയർമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആണ്. 5 വർഷം ലോക്കിനേ ഉള്ളൂ. പക്ഷേ അതിലും ഒരു ലോങ് ടൈം നല്ല റിട്ടേൺ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ അതും മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതിന്. അതേമാതിരി ചിൽഡ്രൻസ് ഫണ്ടുകളും നമുക്ക് അവൈലബിൾ, 5 വർഷം ലോക്കിനുണ്ട്. അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ 2026 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഫണ്ട് ഏത് സെലക്ട് ചെയ്യണേക്കാളും കൂടുതൽ അസറ്റ് അലോക്കേഷൻ കൃത്യമായിട്ട് വയ്ക്കാം. അപ്പോൾ അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട പൈസ ഡെറ്റ് ഫണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇൻകം ആർബിട്രേജ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാനായിട്ട് നോക്കാം. ഇക്വിറ്റി അലോക്കേഷനിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എസ്പെഷ്യലി വാല്യുവേഷനൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി 2024 വെച്ച് നോക്കുമ്പോൾ ബെറ്റർ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി ലാർജ് ക്യാപ്പ് അലോക്കേഷൻ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കുറയ്ക്കുക. അപ്പോൾ കാരണം വെച്ചാൽ ഇൻ കേസ് വല്ല ഒരു കൂടുതൽ ക്രാഷൊക്കെ വരണമെങ്കിൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കൂടുതൽ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ കമോഡിറ്റി സ്പേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡും സിൽവറും അറ്റ്ലീസ്റ്റ് ഒരു 20% ഒക്കെ ഈ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ വയ്ക്കുക. ഇനി അതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് പ്ലേ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രൂഡും കോപ്പറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു മൾട്ടി അസറ്റ് ക്രൈറ്റീരിയയിൽ ചെയ്യാം. ഇനി ഒത്തിരി സംശയങ്ങളുണ്ടാകും, ഇനി ക്രൂഡിൻ്റെ വില കുറയോ എന്നൊക്കെയുള്ളത്.
അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ അസറ്റിൻ്റെ അലോക്കേഷൻ കൃത്യമായിട്ട് വെക്കാന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യാന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ 2026 നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.